എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടാ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 കപ്പ് റവ ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം ഷുഗറാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗറൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ട്ടോ. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ റവയൊക്കെ നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനപ്പോൾ 1.5 കപ്പ് റവയല്ലേ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ റവയെല്ലാം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പാനിൽ നിന്നൊക്കെ കണ്ടോ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് നേരം ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരുപാട് ചൂട് പോകരുത് കേട്ടോ. ചെറിയൊരു ചൂടോട് കൂടി വേണം നമുക്കിത് എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഇതിന് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. നമ്മൾ കയ്യിലൊക്കെ തൊടാവുന്ന ഒരു ചൂടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ അങ്ങനെ ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. കണ്ടോ ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വലിപ്പമൊക്കെ എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം ട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാനിവിടെ ദേ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഓയിൽ നല്ല ചൂടായതിന് ശേഷം വേണം കേട്ടോ ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയി വരുന്നതനുസരിച്ചിട്ട് നമുക്കൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കണ്ടോ നല്ലതുപോലെ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ പാലൊന്ന് ചൂടായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ഷുഗറാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ട്ടോ 4 ടേബിൾ സ്പൂണോളം ഷുഗർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഷുഗർ കുറച്ചുകൂടി കൂടുതലൊന്ന് ചേർത്ത് കൊടുത്തോളൂ ട്ടോ, മധുരം നോക്കിയിട്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ഏലക്ക ഇതാ ഇതുപോലെ ഒന്ന് വിടർത്തിയെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കിനി വാനില എസൻസ് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി ട്ടോ. നമുക്ക് ഏത് ഫ്ലേവർ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റർഡ് മിൽക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കണ്ടോ നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിൽക്ക് ഇല്ലേ, ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കസ്റ്റാർഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇനി നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബോൾസ് ഇല്ലേ, ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മിൽക്കെല്ലാം കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് ആ മധുരമൊക്കെ ആയിട്ട് കുറച്ചുകൂടി ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കുതിർന്നിട്ടൊക്കെ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരുന്ന വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ ഇത് ഒന്നുകൂടെ ഒന്ന് കുറുകി തിക്കായിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇതെല്ലാം ഒന്ന് കുറുകി തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇനി നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ പിന്നെയും തിക്കായിട്ട് പോവും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെക്കാം. ഈ ബോൾസ് എല്ലാം ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ദേ ഇവിടെ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സ്വീറ്റില്ലേ, ഇതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റിയുള്ള സ്വീറ്റ് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. നമുക്കിത് ചൂടോടുകൂടി കഴിക്കാനും ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ സ്വീറ്റ് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബോൾസും അതിൻ്റെ കൂടെ നമ്മൾ ഈ മിൽക്കും കൂടെ ഇങ്ങനെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം.
അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്